മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ഉറ്റവരുടെ വേർപാടിൽ മാത്രമാണ്. മറ്റുള്ളവർ വെറും കാഴ്ചക്കാരായി മാറുന്ന നിമിഷം. എന്നാൽ അതൊന്നുമല്ലാത്ത, ആരോരുമില്ലാത്ത ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുമായി ഇടപെടുന്ന ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ പ്രവാസി മലയാളികൾക്ക് സുപരിചിതനായ പേരാണ് അഷറഫ് താമരശ്ശേരിയുടേത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് യാത്രാ വിമാനങ്ങൾ സർവീസുകൾ ഇല്ല എങ്കിലും അഷറഫിനും സുഹൃത്തുക്കൾക്കും ഇപ്പോഴും വിശ്രമം തന്നെയില്ലാതെ കഠിനമായി പ്രവർത്തിച്ചു വരുന്നവരാണ്. പ്രവാസ ലോകത്ത് മരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിവിധ ദേശക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് അഷറഫ് ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് ശനിയാഴ്ച അദ്ദേഹം ഒരു അനുഭവം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത്. ഒരു ദിവസം നമ്മളെ പരിചയപ്പെട്ട ഒരു വ്യക്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജീവനറ്റ ശരീരവുമായി മുന്നിൽ വരുന്ന ജീവിത യാഥാർത്ഥ്യം നമ്മൾക്ക് ഉണ്ടായെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അത്തരത്തിൽ ഒരു അനുഭവമാണ് അഷറഫ് താമരശ്ശേരി പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് 5 മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് അയച്ചത്. ചില ദിവസങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് പേരുടെ മയ്യത്തുകൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് അയച്ച 5 പേരുടെ മൃതദേഹത്തിൽ ഒന്ന് അറിയാതെ എൻ്റെ കണ്ണ് നിറച്ച ഒരു അപരിചിതൻ്റെതായിരുന്നു. ഈ കാര്യം ഇവിടെ പറയുന്നതിന് മുമ്പ് ഒരു പഴയ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. വർഷങ്ങൾക്ക് മുമ്പ് അജ്മാൻ മാർക്കറ്റിൽ ഞാനും കുടുംബവും മീൻ വാങ്ങാനായി ചെന്നപ്പോൾ തൃശ്ശൂർ സ്വദേശിയായ ഒരാൾ എൻ്റെ അടുത്ത് ഓടി വന്ന് കുശലാന്വേഷണം നടത്തുകയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വാചാലനാവുകയും ചെയ്തു. സലാം പറഞ്ഞ് മടങ്ങാൻ നേരം എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചു വാങ്ങുകയും ആർക്കാണ് എപ്പോഴാണ് അഷറഫ് ഭായിയുടെ സഹായം ആവശ്യമായി വരുന്നതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. ആവശ്യക്കാർ ചോദിക്കുമ്പോൾ ഈ നമ്പർ കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യുകയും ചെയ്തു. മാർക്കറ്റുകളിലും മറ്റും പുറത്തു പോകുമ്പോൾ പരിചയക്കാരും അല്ലാത്തവരുമായി ഒരുപാട് പേർ വരികയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കൂടുതലും സാധാരണക്കാരായിരിക്കും ഇവർ. പരസ്പരം സഹായിക്കുവാൻ വേണ്ടിയാണ് മൊബൈൽ നമ്പർ വാങ്ങാറുള്ളത്. അത്രയ്ക്ക് മാത്രമേ അന്ന് ഞാൻ കരുതിയിരുന്നുള്ളൂ. ആ തൃശ്ശൂർക്കാരൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു കോൾ വന്നത് അയാളുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ മുഖം ഞാൻ ഇന്നലെ കണ്ട തൃശ്ശൂർ സ്വദേശിയുടേതായിരുന്നു. പടച്ചോനെ, എന്താണ് ഇങ്ങനെ ഒരു വിധിയെന്ന് അറിയാതെ മനസ്സിൽ പറഞ്ഞു പോയ നിമിഷമായിരുന്നു അത്. വളരെ നാളുകൾക്ക് മുമ്പുള്ള ഈ അനുഭവം നിങ്ങളിൽ ഷെയർ ചെയ്യുമ്പോൾ സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചയും സംഭവിച്ചിരിക്കുന്നു. ചെന്നൈ സ്വദേശി മണികണ്ഠൻ്റെ ഫോൺ കോളായിരുന്നു അത്. നാട്ടിൽ പോകുവാൻ എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടായിരുന്നു അയാൾ വിളിച്ചത്. ഒരുപാട് മാനസിക വിഷമത്തിലായിരുന്നു അയാളെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ സമാധാനിപ്പിച്ചു. ആ ദിവസം തന്നെ 2-3 പ്രാവശ്യം എന്നെ അയാൾ വീണ്ടും വിളിച്ചു. സമാധാനിപ്പിച്ചിട്ട് ഫോൺ വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് മണികണ്ഠൻ ആത്മഹത്യ ചെയ്തുവെന്നാണ്. കുറച്ച് നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. ചിലപ്പോൾ അങ്ങനെയാണ്. അപരിചിതരായ ചിലരുടെ മരണം പരിചിതരുടെ മരണത്തെക്കാൾ വേദന കൂടുതൽ നൽകും. മണികണ്ഠനെ എംപാമിംഗ് ചെയ്ത് പെട്ടിയിലാക്കി കാർഗോ വിമാനത്തിൽ അയക്കുന്നതുവരെ എൻ്റെ മനസ്സിനെ ബാധിച്ച മരവിപ്പ് മാറിയിട്ടില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.